കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വിഘ്നേശ്വരന്റെ അമ്മ മരിച്ചത് അയാളെ ആകെ തളർത്തി. അയാൾ ഇനി പകരം ചോദിച്ചേ അടങ്ങും. അത് ശരി. അപ്പൊ ഡി കെക്ക് ഒരു പുതിയ വില്ലൻ വരുന്നു. ഡി കെ ജ്യോതിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയെന്ന് കരുതി ഞാനും സന്തോഷിച്ചതാ. പക്ഷേ കോടതി ചതിച്ചു. പിന്നെ മൂകാംബിക ദേവിയും ചതിച്ചു. അവരിപ്പോ രണ്ട് ഇണക്കുരുവികളാ. ഒരു മരത്തിന്റെ ചില്ലയിൽ ചേക്കേറിയ രണ്ട് ഇണക്കുരുവികൾ. പ്രിയയുടെ കാര്യത്തില് എനിക്കും ഇനി അവരൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. അവരെ തകർക്കാതെ പ്രിയയെ എനിക്ക് സ്വന്തമാക്കാൻ പ്രയാസമാണ്. നിങ്ങൾക്ക് പ്രിയയെ കല്യാണം കഴിക്കണം. എനിക്ക് അമലയെ തിരികെ കൊണ്ടുപോകണം. കരഞ്ഞ് കണ്ണീര് വീഴ്ത്തി ഞാനൊരു പ്രകടനം നടത്തിയിട്ടുണ്ട്, അമരാവതിയിലും ഡി കെയുടെ മുന്നിലും. അങ്ങനെ ഒന്നും എളുപ്പം ഭയപ്പെടുന്ന ആളല്ല ഡി കെ. കൂർമ്മ ബുദ്ധിയാ, തന്ത്രശാലി, എന്തും ചെയ്യാൻ മടിക്കാത്ത തന്ത്രശാലി. നിങ്ങളുടെ MP വിഘ്നേശ്വർ കുറച്ച് വേർക്കും. ഡി കെ എന്റെ മോളെയും കൊണ്ടുപോകുന്ന അന്ന് തന്നെ വിഘ്നേശ്വർ അമരാവതി ഇടിച്ചു നിരത്തിയേനെ. പക്ഷെ അപ്പോഴേക്കും അയാളുടെ അമ്മ ആശുപത്രിയിലായിപ്പോയി. പിന്നെ അവരുടെ മരണം, അതിന്റെ ചടങ്ങുകൾ. അതുകൊണ്ട് അയാളിപ്പോ ഒന്ന് അടങ്ങി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അയാൾ എന്നെയും ഡി കെയും കൊന്നേനെ. അവിനാഷ്, അമലയെ എനിക്ക് തിരിച്ചു കൊണ്ടുപോയേ പറ്റൂ. എന്നിട്ട് അവളെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിപ്പിക്കണം. ഞാൻ തീരുമാനിച്ചതുപോലെ അമലയും വിഘ്നേശ്വറും തമ്മിലുള്ള വിവാഹം എനിക്ക് നടത്തിയേ പറ്റൂ. വെറും അമല, ഇന്നത്തെ അമലാദാസാകാൻ ഒരുപാട് പണം മുടക്കിയ ആളാ MP വിഘ്നേശ്വർ. അതിന് ഞാൻ സമാധാനം പറഞ്ഞേ പറ്റൂ. ഒരമ്മയും സ്വന്തം മകളുടെ താലിയേറ്റ് കാണാൻ ആഗ്രഹിക്കില്ല. പക്ഷെ ശിവ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ നിന്ന് എനിക്ക് അഴിച്ചു മാറ്റിയേ പറ്റൂ. പകരം MP വിഘ്നേശ്വർ അവളെ താലി കെട്ടണം. അതിനെനിക്ക് നിങ്ങളുടെ സഹായം വേണം. സഹായിക്കാം. പക്ഷെ പ്രിയയുടെ കാര്യത്തില് എനിക്ക് നിങ്ങളെ കൊണ്ടും ചില സഹായങ്ങൾ ആവശ്യമുണ്ട്. അത് നിങ്ങൾ ചെയ്തു തരണം. തീർച്ചയായും. എനിക്ക് അമലയും കൊണ്ടല്ലാതെ തിരിച്ചു ബാംഗ്ലൂരിലേക്ക് പോകാനാവില്ല. ഓക്കെ, സമ്മതിച്ചു. നിങ്ങൾക്ക് അമലയെ തിരിച്ചു കൊണ്ടുപോകാൻ ഞാൻ സഹായിക്കാം. ഇപ്പോ SK അമലയും വിദേശത്ത് ഹണിമൂൺ ആഘോഷിക്കുകയാണല്ലോ. ഹണിമൂണൊക്കെ ആഘോഷിച്ച് അവരൊന്ന് തിരിച്ചു വന്നോട്ടെ. അതുവരെ നമ്മൾ സൈലന്റ് ആയിരിക്കണം. അവര് തിരിച്ചു വന്നിട്ട് മതി ഇനി അടുത്ത നീക്കം. മതി. അവളെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളുമായിട്ട് ഞാൻ വരും. കൂടെ നിൽക്കണം. ഡി കെയും MP വിഘ്നേശ്വരമൂർത്തി കൊള്ളാം. നല്ല കരുക്കള്. ഡി കെ തീർക്കാൻ MP വിഘ്നേശ്വരമൂർത്തി. അപ്പോ എന്റെ കയ്യിൽ ചോരക്കര പുരളയേണ്ടി വരില്ല എന്ന് ചുരുക്കം. ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 2 ടാബ്ലറ്റ് വാങ്ങാം. ഓ,
അതൊന്നും സാരമില്ല, അത് മാറിക്കോളും. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. വീട്ടിലെത്തിയിട്ട് തലവേദന കൂടിയ പിന്നെ അതൊന്നും വേണ്ട. അപ്പോ എനിക്ക് വേദന വന്നാ വിഷമമുണ്ടല്ലേ? പിന്നെ അല്ലാതെ. എന്നാലേ എനിക്കിപ്പോ ടാബ്ലറ്റ് വേണ്ട. തലവേദന വരുമ്പോ ഈ കൈ കൊണ്ട് എന്റെ നെറ്റിയില് മെല്ലെ തടവിയിരുന്നാ മതി, തലവേദന മാറിക്കോളൂ. ദേവണ്ണേ, കൊഞ്ചല്ലേ, പറയുന്ന കേട്ടാ മതി. എന്താ വിളിച്ച്? പെണ്ണേന്നോ? ഇത് എവിടുന്ന് കിട്ടി? ഓ അതോ, അന്ന് ആ കുടജാദ്രി കയറിയപ്പോഴേ സർവജ്ഞ പീഠത്തിൽ നീ എന്റെ നെഞ്ചിൽ ചേർന്ന് നിന്നില്ലേ? അപ്പോ നമ്മളെ തഴുകിപ്പോയ കാറ്റിൽ നിന്ന് എനിക്ക് കളഞ്ഞു കിട്ടിയതാ ഈ പെണ്ണെന്നുള്ള വിളി. ഹിറ്റ്ലർ ഇപ്പോ വല്ലാത്ത റൊമാൻറ്റിക് ആയി മാറിയിട്ടുണ്ട് കേട്ടോ. ഹിറ്റ്ലർ എപ്പോഴും റൊമാൻറ്റിക് ആണ് പെണ്ണേ. അതെ, തൽക്കാലം നീ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ പോരാ. അല്ല വേണ്ട, എന്ത് പാവ എന്റെ ഹിറ്റ്ലർ. ഇതെവിടെ പോയി? ഇരുന്ന് ബോറടിച്ചോ? ഇടയ്ക്ക് എങ്ങോട്ടാ പോയേ? എന്താ അത്? അതൊക്കെ ഉണ്ട്, നമുക്ക് പോവാം. എന്താ നോക്കുന്നത്? അല്ല, ഇതിനകത്ത് എന്തോ ഒരു മുല്ലപ്പൂ മണം. തലവേദനയ്ക്ക് ഗുളിക വാങ്ങുമ്പോ തൊട്ടടുത്തൊരു പൂക്കട നീ കണ്ടായിരുന്നോ? ഇല്ല. എന്നാ ഞാൻ കണ്ടു. അതിന് ഞാൻ കുറച്ച് മുല്ലപ്പൂവും കൂടി അങ്ങ് വാങ്ങി. എന്തിനാ? ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നല്ലേ. ഹിറ്റ്ലറേ, അല്ല എന്താ ഉദ്ദേശം? ഉദ്ദേശം നല്ല തന്നെയാ. ഈ ശാന്തി മുഹൂർത്തത്തിന് ഒരു മുല്ലപ്പൂ ടച്ച് കാലാകാലങ്ങളായിട്ടുള്ള ആചാരമാണ്. അത് നമ്മളായിട്ട് തെറ്റിക്കണ്ടെന്ന് കരുതി. അമ്പട മോനെ, നിങ്ങളാള് കൊള്ളാലോ ഹിറ്റ്ലറെ. ഒരു മുല്ലപ്പൂവും പാൽ ഗ്ലാസും അലങ്കരിച്ച മണിയറയും ഇതൊക്കെയായിരുന്നു ഈ കള്ളന്റെ ഉള്ളിൽ, അല്ലേ? എന്ത് വേണ്ടേ? അല്ല, മുല്ലപ്പൂ മണം തനിക്കിഷ്ടമല്ലേ? നിങ്ങൾക്കൊരു നാണമില്ലേ? എന്തോ ഒരു വഷളം ചിരി. ഏയ് ഒന്നുമില്ല. ഈ മുല്ലപ്പൂവിന്റെ നല്ല മണം. കണക്കായി പോയി. അങ്ങോട്ട് ചെല്ലട്ടെ.
ഞാൻ കാണിച്ചു തരാം. മൈലിറ്റിൽ കണ്ണ അവരെ കാണുന്നില്ലല്ലോ. അവരിങ്ങ് വന്നോളൂ അമ്മേ, ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. ജ്യോതിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ടെൻഷൻ. സ്റ്റോപ്പ്. വെറുതെ നോൺസെൻസ് പറയരുത്. ജ്യോതി മാത്രമല്ല, നിങ്ങൾ എല്ലാരും എനിക്ക് ഒരുപോലെ തന്നെയാ. അത് ചുമ്മാ. എന്തായാലും ജ്യോതിയോടുള്ള സ്നേഹം അമ്മയ്ക്ക് ഞങ്ങളോട് ആരോടും ഇല്ലാന്നുള്ളത് നേര് തന്നെയാ. എന്ന് കരുതി ഞങ്ങൾക്കതിൽ ഒരു പരിഭവവും ഇല്ല. അമ്മയുടെ മരുമകളെ അമ്മ സ്നേഹിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ അമ്മായിയമ്മ ഞങ്ങളെ സ്നേഹിച്ചാ മതി. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്റെ ടെൻഷൻ അതല്ല, ശിവയ്ക്കും അമലയ്ക്കും എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന എന്റെ പേടി. അതിനിടയിലാ അവളമാര് പരാതി കൊണ്ട് വന്നിരിക്കുന്നത്. ആ കിരൺ ഭായി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവർക്ക് അപകടം പറ്റാൻ സാധ്യതയുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. അമ്മയ്ക്കിപ്പോ സമാധാനമായല്ലോ, മോൻ വന്നല്ലോ. മൈസൺ, ഞാൻ ഇത്രയും നേരം നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എന്തിന്? ഞങ്ങള് കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. ഐ ആം വെയിറ്റിംഗ്, നോട്ട് യുവർ മാറ്റർ. പിന്നെ ശിവയുടെ കാര്യം ഓർത്തിട്ടാ എന്റെ ടെൻഷൻ. എടാ മോനെ, നീ അവരെ വിളിച്ചായിരുന്നോ? അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇതായിരുന്നു അമ്മയുടെ ടെൻഷൻ. അല്പം മുമ്പാ DK ശിവയെ വിളിച്ച് സംസാരിച്ചത്. അവർക്കൊരു കുഴപ്പമില്ല, അവർ ഹാപ്പിയാ. എന്റെ കൃഷ്ണ, അവരൊരു സ്ഥലത്ത് ഹണിമൂണിന് പോയതല്ലേ അമ്മേ? അതിനിടയിൽ നമ്മൾ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുന്ന എന്തിനാ? മൈസൺ, അമലയുടെ മദർ കിരൺമയ്യെ ഇവിടെ വന്നിരുന്നു. ആ, ഇതാണോ ഇത്ര വലിയ കാര്യം? അതൊന്നും അമ്മ കാര്യമാക്കണ്ട. ശിവയ്ക്കും അമലയ്ക്കും ഒന്നും സംഭവിക്കില്ല. അതുപോലെ എനിക്കൊന്ന് കുളിക്കണം, നല്ല ക്ഷീണമുണ്ട്. ജ്യോതി, നീ വന്നേ. മോളിയല്ലേ? കൊള്ളാം, കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പൊ തന്നെ അമ്മ പറയുന്നത് കേൾക്കാൻ സമയമില്ലാതായി. ഇപ്പൊ ഇങ്ങനെ, അപ്പൊ കുറച്ചു കഴിയുമ്പോ എന്താവും അവസ്ഥ? SK വിളിച്ച് സംസാരിച്ച കാര്യം അമ്മയോട് DKക്ക് വിശദമായിട്ട് പറയാമായിരുന്നു. ഓ, ഇനിയിപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പുരകത്തുമ്പം വാഴ വെട്ടാൻ നോക്കല്ലേ മക്കളെ. അവനൊരു കാര്യം പറഞ്ഞാലേ അത് കറക്റ്റ് ആയിരിക്കും. നോ ചേഞ്ച്. ജ്യോതിയുടെ അനിയത്തി പ്രിയയുടെ കാര്യത്തിലും DK ഇതുപോലെ വാക്കു പറഞ്ഞതായിരുന്നു. എന്നിട്ട് എന്തായി? ആ ചെക്കനെ അവിനാഷ് വണ്ടി ഇടിച്ചു കൊന്നു കളഞ്ഞു. കൊടുത്ത ബാക്കി ഇപ്പോഴും ബാക്കിയാ. സോ വാട്ട്? എന്താ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം? പ്രിയയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ശിവയുടെ കാര്യത്തിൽ സംഭവിക്കുന്നതാണോ? അയ്യോ അമ്മേ, ഞങ്ങൾ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. DK ഇത് ഇത്ര ഈസി ആയിട്ട് കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാ. അത് നിങ്ങളുടെ തോന്നല. DK ഒന്നും അങ്ങനെ ഈസി ആയിട്ട് കാണുന്ന ആളല്ല. യു നോ, അണ്ടർസ്റ്റാൻഡ് യുവർ ഫാദർലോ. നിങ്ങൾ നിങ്ങളുടെ അമ്മായിച്ചനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതൊക്കെ താമസിക്കാതെ മനസ്സിലാവും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് ലുക്ക്. ചെറുതായിട്ടൊന്ന് ഉരച്ചു നോക്കിയതേയുള്ളൂ, അപ്പോഴേക്ക് അമ്മയ്ക്ക് നൊന്തു. കളി വേറെ, കാര്യം വേറെ. ആരുടെ കാര്യത്തിനായാലും DKയും ജ്യോതിയും കുറ്റം പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല.
വരട്ടെ, ഏതുവരെ പോകുന്നു നമുക്ക് നോക്കാം. അമ്മ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അമ്മ ചെന്ന് അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ എല്ലാം തെറ്റും. അമ്മേ, സംശയിക്കാനൊന്നുമില്ല. അവർക്ക് രണ്ടുപേർക്കും കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഈ ശാന്തി മുഹൂർത്തം മണിവർണ്ണ സ്വാമികൾ പറഞ്ഞതുപോലെ തന്നെ നടക്കണം. അമ്മ ആലോചിക്കാനൊന്നുമില്ല. ഇനിയും താമസിച്ച അമ്മ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. മൈറ്റിൽ കണ്ണ, ഞാനിത് എങ്ങനെ അവരോട് പറയും? എന്തായാലും പറഞ്ഞേ പറ്റൂ, വേറെ വഴിയില്ല. അപ്പോ പറയാല്ലേ? പറയാം. സാരി മരി മരി സാദ സാ സാരി മരി മരി സാദ സാ സരി 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 മപ മപ മരി സരി 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 മപ സരി 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 മപ മപ മരി സരി 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 മപ. എന്തിനെങ്ങനെയൊക്കെ? ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ സ്നേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? എന്റെ ആ പഴയ കർക്കശക്കാരൻ ഹിറ്റ്ലർ എവിടെയോ പോയതുപോലെയുണ്ട്. അതെ, നീ പറഞ്ഞ ശരിയാ. കർക്കശക്കാരനും കണിശക്കാരനുമായ പഴയ DK അല്ല ഇപ്പൊ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന ഞാൻ പൂർണ്ണമായും നിന്റെ ഭർത്താവായ DK. എന്റെ യഥാർത്ഥ മുഖം മറച്ചുവെക്കാൻ ഞാൻ എടുത്തണിഞ്ഞ മുഖംമൂടി മാത്രമായിരുന്നു അത്. എനിക്ക് പക്ഷേ അതായിരുന്നു ഇഷ്ടം. അതിനു മുൻപുള്ള DK എനിക്കറിയില്ലല്ലോ. ഞാൻ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ആ പരുക്കനായ ഹിറ്റ്ലറെ. ആരോടും ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാത്ത കർക്കശക്കാരൻ ഹിറ്റ്ലർ. മീശയൊക്കെ പിരിച്ചു വെച്ച് എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ആ പഴയ DK. എനിക്ക് ആ DK മതി. എനിക്കിനി ആ പഴയ റഫ് ആൻഡ് ടഫ് രീതിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്നറിയില്ല. ഞാൻ എന്റെ ഉള്ളിൽ കെട്ടി ഉയർത്തി വെച്ചിരുന്ന ഞാൻ എന്ന ഭാവം മുഴുവൻ ഒരു ചീട്ടുകൊട്ടാരം പോലെ വീണ് ചിതറിപ്പോയി. നിന്നോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ മനസ്സിൽ. അതൊക്കെ സമ്മതിച്ചു. പക്ഷേ അത് ഈ മുറിയിൽ മാത്രം മതി. ഈ ഡോറിന് വെളിയില് മറ്റുള്ളവരുടെ മുന്നില് നിങ്ങൾ ആ പഴയ കർക്കശക്കാരൻ DK ആയാ മതി. ഈ കുടുംബത്തിന്റെ മുഴുവൻ നാഥനാ നിങ്ങള്. ശരി, സമ്മതിച്ചു. വാ, ഇരിക്കേ.
കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. എന്തിനായിരുന്നു ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടത്?